Hi all, welcome to I+. ഞാൻ അക്ഷര. എക്സാമിനേഷൻ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജി ക്വസ്റ്റ്യൻസ് നമ്മൾ സെക്ഷൻസിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നും അത്തരത്തിലുള്ള 5 ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മീനിങ് ഫുൾ ലേണിംഗ് ഈസ് പ്രൈമർലി നോട്ട് എബൌട്ട്. മീനിങ് ആയിട്ടുള്ള ലേണിംഗ്, അർത്ഥവത്തായ പഠനം എന്തുമായിട്ട് ബന്ധപ്പെടുന്നില്ല. മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ചാടി കയറി നമ്മൾ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. അവിടെ നോക്കി നോട്ട് എബൌട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് എന്താണ് കൂട്ടത്തിൽ പെടാത്തത്, ഈ കൂട്ടത്തിൽ ചേരാത്തത് എന്നൊക്കെ പറയുമ്പോൾ നോട്ട് എന്നുള്ള വാക്ക് ചില സമയത്ത് അവരിങ്ങനെ ക്യാപിറ്റലായിട്ടോ ബോൾഡായിട്ടോ ഒക്കെ കൊടുക്കും. അങ്ങനെ നമ്മൾ എന്താണ് പെട്ടെന്ന് ശ്രദ്ധിക്കും. പക്ഷെ ചില സമയത്ത് എന്താണ് സാധാരണ ഫോണിൽ തന്നെ ഈ കൂട്ടത്തിന് ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ നമ്മൾ അറിയത്തില്ല. നമ്മുടെ ഫോക്കസ് എപ്പോഴും എങ്ങോട്ട് പോകും? മീനിങ് ഫുൾ ആണെങ്കിൽ മാത്രം പോകും. അപ്പം നമ്മൾ പെട്ടെന്ന് കാണുന്ന മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യത്തിലോട്ട് പോകും. അങ്ങനെ പോകരുത്. ചോദ്യം വായിക്കുമ്പോൾ വളരെ ചെറിയൊരു ചോദ്യമാണല്ലേ. അപ്പോൾ ചെറിയ ചോദ്യമാണെങ്കിൽ പോലും ധൃതിയിൽ വായിക്കുമ്പോഴത്തേക്ക് നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നത് പലപ്പോഴും തെറ്റാവാം. അപ്പോൾ ഇത് പലപ്പോഴും പരീക്ഷാ ഹാളിൽ നേരിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ശരിയെന്ന് തോന്നി, മാർക്ക് ചെയ്ത് പോയി. OMR ഷീറ്റ് ആണ്, ഇനി ഒന്നും ചെയ്യാനില്ല, ഒരു മാർക്ക് പോയെന്ന്. അപ്പോൾ ശ്രദ്ധ കൊടുക്കുക, ടെൻഷൻ ഒഴിവാക്കി ശ്രദ്ധ കൊടുത്ത് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈമിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാതെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ, ധൃതി വന്നാൽ എന്താണ് ആൻസൈറ്റി വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്താണ് ഉത്തരങ്ങൾ തെറ്റിപ്പോകാനും അങ്ങനെ നമ്മുടെ മാർക്ക് കുറയാനുമായിട്ടുള്ള കാരണവും. അങ്ങനെ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോകരുത്. അപ്പം നോക്കിക്കേ, മീനിങ് ഫുൾ ലേണിംഗ് ഇസ് പ്രൈമർലി നോട്ട് എബൌട്ട് എന്തുമായിട്ട് ബന്ധപ്പെടുന്നില്ല? മെമ്മറൈസിങ് ഇൻഫർമേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ്, കൺസ്ട്രക്ടിങ് നോളജ്, ഡെവലപ്പിംഗ് സ്കിൽ. എപ്പോഴും അർത്ഥവത്തായ പഠനത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? കൺസെപ്റ്റിനെ മനസ്സിലാക്കുക എന്നുള്ളതുണ്ട്. തീർച്ചയായിട്ടും എന്താണ് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കൺസ്ട്രക്ടിങ് നോളജ്, അറിവ് നമ്മൾ നിർമ്മിക്കണം. ഡെവലപ്പിംഗ് സ്കിൽസ് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ഇത് മൂന്നും നമുക്ക് മീനിങ് ഫുൾ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്തത് എന്താണ്? മെമ്മറൈസിങ് ഇൻഫർമേഷൻ എന്താണ്? മനഃപ്പാഠമാക്കുക, കാണാതെ പഠിക്കുക, കാണാപ്പാഠം പഠിക്കുക എന്നൊക്കെയുള്ള പരിപാടി നമ്മുടെ പുതിയ പഠന രീതിയിൽ ഇല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പഠന ഒരു പ്രക്രിയയുടെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി. എന്താണ്? നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അല്ലാതെ കാണാപ്പാഠം പഠിക്കുക. റോഡ് ലേണിംഗ്, റോഡ് മെമ്മറൈസേഷൻ പോലുള്ള പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? ഇത് നമ്മുടെ പുതിയ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധമുള്ളതല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? മീനിങ് ഫുൾ ലേണിംഗ് ഈസ് പ്രൈമർലി നോട്ട് എബൌട്ട് മെമ്മറൈസിങ് ഇൻഫർമേഷൻ മെമ്മറൈസ് ചെയ്യുന്നതല്ല, കാണാപ്പാഠം പഠിക്കുന്നതല്ല എന്ത് ഈ പറഞ്ഞ മീനിങ് ഫുൾ ലേണിംഗ്. അടുത്തത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. അസേർഷൻ ഇതാണ്: എ ടീച്ചർ ഷുഡ് എൻകറേജ് ബോയ്സ് ഓഫ് ഹർ ക്ലാസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് വൈൽ അസൈനിങ് ആർട്ട് ഡെക്കറേഷൻ ടു ഗേൾസ്. റീസൺ: ചിൽഡ്രൻ അക്വയർ ജെൻഡർ റോൾസ് പ്രൈമർലി ബിക്കോസ് ഓഫ് ദ അണ്ടർലൈൻ ബയോളജിക്കൽ ഡിഫറൻസ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ജെൻഡറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ പരീക്ഷാ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. നമ്മൾ മുമ്പുള്ള പരീക്ഷയ്ക്ക് മുമ്പുള്ള സെക്ഷനിൽ ഇപ്പോൾ ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യങ്ങളും കൺസെപ്റ്റുകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത്തരത്തിലൊരു ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷൻ ചോദിച്ചതാണ്. അപ്പോൾ നോക്കിക്കേ, അസേർഷൻ ഇതാണ്: ടീച്ചർ എന്ത് ചെയ്യണം? ആൺകുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ പോയി സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, അതിന് എൻകറേജ് ചെയ്യുന്നു. ഗേൾസിനോട് എന്ത് പറയുകയാണ്? നിങ്ങൾ ആർട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യൂ. അതിന് റീസൺ ആയിട്ട് കൊടുത്തേക്കുന്ന കാര്യമാണ് എന്ത്? ചിൽഡ്രൻ അക്വയർ ജെൻഡർ റോൾസ് പ്രൈമർലി ബിക്കോസ് ഓഫ് അണ്ടർലൈൻ ബയോളജിക്കൽ ഡിഫറൻസ്. അപ്പോൾ എന്താണ്? ജെൻഡർ റോളുകളാണല്ലേ. ഇപ്പോൾ സ്പോർട്സ് പോലെയുള്ള റിഗറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ പോകുക എന്നുള്ളത് ആൺകുട്ടികൾക്കും, ആർട്സ് പോലെ എന്താണ് ഇങ്ങനെ അലങ്കാരങ്ങളൊക്കെ ചെയ്തിരിക്കാനുള്ള പരിപാടികൾ പെൺകുട്ടികൾക്ക് കൊടുക്കാനുമുള്ള കാരണം എന്താണ്? അവരുടെ ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. ബയോളജിക്കലി നമുക്കറിയാമല്ലേ, ഒരു XY ക്രോമസോമും XS ക്രോമസോമും. അപ്പോൾ XS ക്രോമസോം ആണെങ്കിൽ അത് ഗേളായിരിക്കും, XY ആണെങ്കിൽ അത് ബോയ് ആയിരിക്കും. ആ ഒരു ബയോളജിക്കൽ ഡിഫറൻസ് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത്? ഇത്തരത്തിലുള്ള ജെൻഡർ റോൾസ് വരുന്നത്. കേൾക്കുമ്പോഴേ നമുക്കറിയാമല്ലേ, രണ്ട് കാര്യം എന്താണ്? ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത അട്ടർ ബ്ലണ്ടർ ആണല്ലോ, ഇപ്പോൾ തെറ്റാണ്. തീർച്ചയായിട്ടും എന്താണ്? പെൺകുട്ടികൾക്ക് എന്ത് സ്പോർട്സിന് പോയാൽ, അതേപോലെ ആൺകുട്ടികൾക്ക് ആർട്ട് ഡെക്കറേഷൻ ചെയ്താൽ എന്താ പ്രശ്നം? ഒരിക്കലും ഈ ഒരു ബയോളജിക്കൽ ഡിഫറൻസ് കൊണ്ട് ജെൻഡർ റോൾ എന്ന് പറയുന്ന സംഗതി വരുന്നില്ല. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ എന്താണ് പറയാറുണ്ട്. ജെൻഡർ റോൾ അതൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളുടെ പണിയാണെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരൊക്കെ പറഞ്ഞു
പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരം നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ജെൻഡർ റോളാണ്, ഒരിക്കലും അല്ല. ഇതൊക്കെ എന്താണ്, ലൈഫ് സ്കില്ലുകളാണെന്ന് മനസ്സിലാക്കിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ബോത്ത് എ ആൻഡ് ആർ ഫാൾസ്. അസേഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. അടുത്ത ചോദ്യം, കൈനസ്തെറ്റിക് ലേണേഴ്സ് പ്രിഫർ ടു ലേൺ ത്രൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല തരത്തിലുള്ള പഠിതാക്കളുണ്ടല്ലേ, പല ടൈപ്സ് ലേണേഴ്സ് ഉണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ കൈനസ്തെറ്റിക് ലേണേഴ്സ് ആ ഒരു ടേം അറിയാമെങ്കിൽ തന്നെ ഉത്തരം കിട്ടും. സീയിങ്, ടച്ചിങ്, ഡൂയിങ് ആൻഡ് മൂവിങ്, ലിസണിങ്. എപ്പോഴും കൈനസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ബോഡി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. അവരിങ്ങനെ അനങ്ങാതൊരു മൂലയിൽ പോയിരുന്ന് പഠിക്കുന്ന ആളുകളല്ല, പകരം എങ്ങനെയാണ് ദേ കീപ്പ് ഓൺ ഡൂയിങ് ആൻഡ് മൂവിങ്, കാര്യങ്ങൾ ചെയ്തും ചലിച്ചും കൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കിനസെറ്റിക് ലേണേഴ്സ് പ്രിഫർ ടു ലേണിംഗ് ത്രൂ ഡൂയിങ് ആൻഡ് മൂവിങ്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഹോവാർഡ് ഗാർണർ, പരീക്ഷകളിലെ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു 50% ചോദ്യം നമുക്ക് എന്താണ്, അത് ഹോവാർഡ് ഗാർണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ നിന്നായിരിക്കും. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി ആയതുകൊണ്ടാണ് പരീക്ഷകൾക്ക് ആ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ ഹോവാർഡ് ഗാർണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി വെച്ച് while a scientist would exhibit high dash intelligence, a sculpture would have high dash. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമുക്ക് ഒന്ന് സയൻറ്റിസ്റ്റിൻ്റെ കാര്യമാണ്, അടുത്തത് എന്താണ്, ഒരു സ്കൾപ്ചറിൻ്റെ കാര്യമാണ്, ഒരു ശില്പിയുടെ കാര്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കല്ലേ, നാച്ചുറലിസ്റ്റിക് സ്പേഷ്യൽ, ട്രാൻസ്ഡക്റ്റീവ് സ്പേഷ്യൽ, ലോജിക്കൽ മാത്തമാറ്റിക്കൽ, ബോഡ്ലി കൈനസ്തെറ്റിക്, സ്പേഷ്യൽ ബോഡ്ലി കൈനസ്തെറ്റിക്. അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഡക്റ്റീവ് സ്പേഷ്യൽ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നില്ല. പിന്നെ നോക്കിക്കും ഈ പറയുന്ന നമ്മുടെ ആരാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും സയൻറ്റിസ്റ്റ് എന്തിനാണ്, നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ആണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ ലോജിക്കൽ മാത്തമാറ്റിക്കലായിട്ടാണോ സ്പേഷ്യലായിട്ടാണോ? തീർച്ചയായിട്ടും സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പം അദ്ദേഹം ഈ ഒരു നാച്ചുറലിസ്റ്റിക്കിനേക്കായും സ്പേഷ്യലിനേക്കായും ലോജിക്കോ മാത്തമാറ്റിക്കലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനോട് സ്യൂട്ട് ആവുന്നത് നോക്കാം. അടുത്ത കിടക്കുന്നത് എന്താണ്, ബോഡ്ലി കൈനസ്തെറ്റിക് ആണ്. ബോഡ്ലി കൈനസ്തെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ബോഡി മൂവ്മെൻറ്റ്, തീർച്ചയായിട്ടും ശില്പിക്ക് എന്ത് ചെയ്യണം, ആ ഒരു ബോഡി മൂവ്മെൻറ്റ് കൊണ്ടല്ല ആ ഒരു ശില്പിക്ക് ശില്പങ്ങൾ നിർമ്മിക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ കാണുമ്പോൾ സ്പേഷ്യലും ശരിയാണ്. കാര്യം എന്താണ്, ഒരാളിൽ ഒരു ഇൻ്റലിജൻസ് മാത്രമല്ല ഉള്ളത് അല്ലേ, ഓരോരുത്തരിലാണ് പല ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ കുറേ ടൈപ്പുകൾ പഠിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഒരു വ്യക്തിയിൽ തന്നെ ഒന്നിലധികം ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാം, അങ്ങനെ നോക്കണം കേട്ടോ. അങ്ങനെ ഓപ്ഷൻ സ്യൂട്ടാവാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് വരുന്നത് സയൻറ്റിസ്റ്റിനാണെങ്കിൽ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസും, പിന്നെ സ്കൾപ്ചറിന് വരുമ്പോൾ എന്താണ്, ബോഡ്ലി കൈനസ്തെറ്റിക്കുമാണ് വരുന്നത്. അടുത്ത ചോദ്യം, ഇൻക്ലൂഷൻ നീഡ്സ് ടു ബി പ്രൊമോട്ടഡ് ത്രൂ. ഇൻക്ലൂഷൻ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്? അപ്പം നമുക്ക് ഇതുപോലെ 4 ഓപ്ഷൻ ഉണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പം ഈ കിടക്കുന്ന ഗ്രൂപ്പ് ഒക്കെ നോക്കാതെ ഇത് നോക്കി കൺഫ്യൂഷൻ ആവാതെ നിങ്ങൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ കിട്ടിയേക്കുന്ന ഈ ഒരു സെറ്റ് നോക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ശരി ഏത് തെറ്റെന്നുള്ളത് അവിടെ കണ്ടുപിടിക്കാം. അതിനുശേഷം മാത്രം എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലോട്ട് 1 to 1, 3 അങ്ങനെയൊക്കെ ഉള്ളതിലോട്ട് നോക്കാം. ആദ്യം ഇത് നോക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഇവിടെ തന്നെ ഈ സ്റ്റേജ് വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം കൊണ്ടുവരിക. ആ ഉത്തരം എന്ത് ചെയ്യുക, ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ ചിന്തിച്ചാൽ പോരെ. അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഓപ്ഷൻ ബിയിലേക്ക് പോകേണ്ട കാര്യമില്ല, അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നോക്കാം, ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെ വരണം, എല്ലാവരെയും ഉൾപ്പെടുത്തുന്നില്ലേ? എല്ലാവരെയും ഉൾപ്പെടുത്തുമ്പോൾ സ്റ്റാൻഡേർഡൈസ് കരിക്കുലം ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കരിക്കുലം എങ്ങനെയാകണം, തീർച്ചയായിട്ടും ഫ്ലെക്സിബിൾ ആകണം. പിന്നെ എല്ലാവരും ഒന്നിച്ച് പഠിക്കുമ്പോൾ അവർ കോപ്പറേറ്റ് ചെയ്യണമല്ലേ, സഹകരണ മനോഭാവത്തോടു കൂടി മാത്രമേ നമുക്ക് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ എന്താണ്, കോപ്പറേറ്റീവ് ലേണിംഗും വരും. അടുത്തത് അക്സസിബിലിറ്റി ഓഫ് ബിൽഡിങ്സ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ്, ഇതെന്താ ഇവിടെ ബിൽഡിങ് കയറി വന്നേന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കണം, ഇൻക്ലൂസീവ് ആണ്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ വരും. അപ്പോൾ എന്താണ്, ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പുകളൊക്കെ പണിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് മേലെ നിലയിലെ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ആ ബിൽഡിംഗ് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ളവരും ഉൾപ്പെടുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ താഴത്തെ നിലയിലുള്ള ക്ലാസ് റൂമുകൾ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മേൽത്തലയുള്ള ക്ലാസ് റൂം ആണെങ്കിൽ അവർക്ക് വീൽ ചെയർ ആക്സസിബിൾ ആയിട്ട് ഉള്ള രീതിയിൽ റാമ്പൊക്കെ
കൺസ്ട്രക്ട് ചെയ്യുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതോടെ നമുക്ക് ആവശ്യമാണ്. പിന്നെ എന്താണ് സെഗ്രിഗേഷൻ ആൻഡ് ലേബലിംഗ് ആവശ്യമുണ്ടോ? കുട്ടികളെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് നീ നല്ല പഠന നിലവാരമുള്ള ഗ്രൂപ്പ്, അടുത്ത പഠന നിലവാരം കുറഞ്ഞ ഗ്രൂപ്പ്, ഡിസോർഡേഴ്സ് ഉള്ള ഗ്രൂപ്പ്, ഡിസബിലിറ്റീസ് ഉള്ള ഗ്രൂപ്പ്, അങ്ങനെ ഒരു പരിപാടിയെ നമുക്കില്ല. എല്ലാ ലേണേഴ്സും തുല്യരാണ്. അവരെ അങ്ങനെ ലേബൽ ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പം നോക്കിക്കാൻ നമുക്ക് ഓപ്ഷൻ നോക്കാം. 1, 2 and 4 ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം? 1, 2 and 4 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും 1, 2 and 4 എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മറ്റു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തുള്ള സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ.